Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. പാട്രിക് സാറ്റ് അലോൺ. അലോൺ എന്നാൽ തനിച്ച്, സാറ്റ് എന്നാൽ ഇരുന്നു. അറ്റ് ദ കിച്ചൺ ടേബിൾ, അടുക്കളയിലെ മേശയിൽ പാട്രിക് തനിച്ചിരുന്നു. ഹി ഫെൽറ്റ് വെരി സാഡ്. അദ്ദേഹത്തിന് അഗാധമായ ദുഃഖം തോന്നി. ഹിസ് ലൈഫ് ചേഞ്ച്ഡ് ഫാസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പെട്ടെന്ന് മാറിമറിഞ്ഞിരുന്നു. ഫാസ്റ്റ് എന്നാൽ വേഗത്തിൽ, പെട്ടെന്ന്. ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം. എവരിത്തിങ് വാസ് ഗുഡ്. കഴിഞ്ഞ മാസം വരെ എല്ലാം നല്ല നിലയിലായിരുന്നു. നൗ എവരിത്തിങ് വാസ് ബ്രോക്കൺ. ഇപ്പോൾ എല്ലാം തകരാറിലായിരിക്കുന്നു. ഇപ്പോൾ എല്ലാം നശിച്ചു പോയിരിക്കുന്നു. ഹി ടുക്ക് എ സ്മോൾ ഗ്ലാസ് ഓഫ് വിസ്കി. അദ്ദേഹം ഒരു ചെറിയ ഗ്ലാസ് വിസ്കി എടുത്തു. ഹി എയ്റ്റ് എ പിക്കിൾ. അദ്ദേഹം ഒരു അച്ചാർ കഴിച്ചു. പിക്കിൾ എന്നാൽ അച്ചാർ, എയ്റ്റ് എന്നാൽ കഴിച്ചു. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചു. ഹി റിമെമ്പേർഡ്. അദ്ദേഹം ഓർമ്മിച്ചു. ദ പാസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഓർത്തു. വൺ ഡേ, ഒരു ദിവസം. വൺ ഡേ ഇൻ ലേറ്റ് വിൻ്റർ. ലേറ്റ് വിൻ്റർ എന്നാൽ ശീതകാലത്തിൻ്റെ അവസാന ഘട്ടം എന്നുള്ള അർത്ഥമാണ്. ശീതകാലം അവസാനിക്കാറായ സമയം. ശീതകാലത്തിൻ്റെ അവസാനത്തോടടുത്ത ഒരു ദിവസം. പാട്രിക് കെയിം ഹോം. പാട്രിക് വീട്ടിലേക്ക് വന്നു. ഹി ഫെൽറ്റ് ടയേർഡ് ആൻഡ് സിക്ക്. അദ്ദേഹത്തിന് ക്ഷീണവും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു. ടയേർഡ് എന്നാൽ ക്ഷീണിതനായ, സിക്ക് എന്നാൽ അസ്വസ്ഥമായ, രോഗബാധിതനായ, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിന് ക്ഷീണവും അസുഖവും തോന്നി. ഹി ഹാഡ് എ കഫ് ഫോർ 3 days. കഫ് എന്നാൽ ചുമ. 3 ദിവസത്തോളമായിട്ട് അദ്ദേഹത്തിന് ചുമയുണ്ടായിരുന്നു. ഹിസ് കോ വർക്കേഴ്സ് ടോൾഡ് ഹിം. കോ വർക്കർ എന്നാൽ സഹപ്രവർത്തകൻ എന്നുള്ള അർത്ഥമാണ്. ഹിസ് കോ വർക്കേഴ്സ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, ടോൾഡ് ഹിം, അദ്ദേഹത്തോട് പറഞ്ഞു. യു ഷുഡ് സീ എ ഡോക്ടർ. നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം. പാട്രിക് കെയിം ഇൻ ടു ദ ഹൗസ്. പാട്രിക് വീട്ടിലേക്ക് വന്നു. ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ചാർലറ്റ് വാസ് കുക്കിംഗ് ഡിന്നർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചാർലറ്റ് അത്താഴം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ആസ്ക്ഡ്. അവൾ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ബാഡ് ഡേ അറ്റ് വർക്ക്. ജോലിസ്ഥലത്ത് ഇന്ന് മോശം ദിവസമായിരുന്നു. അവൾ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പാട്രിക് നോഡഡ് ആൻഡ് ടോൾഡ് എവറിത്തിങ്. നോഡ് എന്നാൽ തലയാട്ടുക. നോഡഡ് തലയാട്ടി. പാട്രിക് തലയാട്ടിക്കൊണ്ട് അവളോട് എല്ലാം പറഞ്ഞു. ചാർലറ്റ് സെഡ്. ചാർലറ്റ് പറഞ്ഞു. യു മസ്റ്റ് ഗോ ടു ദ ഡോക്ടർ. യു മസ്റ്റ് ഗോ. നിങ്ങൾ തീർച്ചയായും പോകണം. ടു ദ ഡോക്ടർ. നിങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് തീർച്ചയായും പോകണം. യു ആർ വെരി സിക്ക്. നിങ്ങൾക്ക് തീരെ സുഖമില്ല. നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കണം. പാട്രിക് ഡിഡ് നോട്ട് വാണ്ട് ടു ആർഗ്യൂ. ആർഗ്യൂ എന്നാൽ വാദിക്കുക എന്നുള്ള അർത്ഥമാണ്, തർക്കിക്കുക. പാട്രിക്കിന് തർക്കിക്കണമായിരുന്നില്ല. ഓക്കെ, ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ഐ വിൽ ഗോ ടുമോറോ. ഞാൻ നാളെ പോകും. അദ്ദേഹം പാട്രിക് പറഞ്ഞു. അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ആ നിമിഷം, ദെയർ കിഡ്സ് കെയിം ഹോം. ആ സമയത്ത് അവരുടെ കുട്ടികൾ വീട്ടിലേക്ക് വന്നു. ദെയർ ഡോട്ടർ വാസ് 15. അവരുടെ മകൾക്ക് 15 വയസ്സായിരുന്നു. ദെയർ സൺ വാസ് 12. അവരുടെ മകന് 12 വയസ്സായിരുന്നു. ദേ ലാഫ്ഡ് ആൻഡ് റാൻ ടു ദ റൂം. ലാഫ്ഡ് എന്നാൽ ചിരിച്ചു, റാൻ എന്നാൽ ഓടി. അവർ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടി. പാട്രിക് ലുക്ക്ഡ് അറ്റ് ദം വിത്ത് ലവ്. പാട്രിക് സ്നേഹത്തോടെ അവരെ നോക്കി. ലുക്ക്ഡ് അറ്റ് ദം എന്നാൽ അവരെ നോക്കി, വിത്ത് ലവ്, സ്നേഹത്തോടെ. ഹി ലുക്ക്ഡ് അറ്റ് ചാർലറ്റ് ടു. അദ്ദേഹം ചാർലറ്റിനെയും നോക്കി. ഷീ വാസ് പ്രെറ്റി ആൻഡ് കൈൻഡ്. പ്രെറ്റി എന്നാൽ മനോഹരമായ, ആകർഷത്വമുള്ള. കൈൻഡ് എന്നാൽ അനുകമ്പയുള്ള. അവൾ സുന്ദരിയും ദയ ഉള്ളവളും ആയിരുന്നു. ഷീ കുക്ക്ഡ് വെൽ. അവൾ നന്നായി പാചകം ചെയ്തിരുന്നു. ഷീ വാസ് എ ഗുഡ് മദർ ആൻഡ് ലവിങ് വൈഫ്. ലവിങ് വൈഫ് എന്നാൽ സ്നേഹമുള്ള ഭാര്യ. അവൾ ഒരു നല്ല അമ്മയും സ്നേഹമുള്ള ഭാര്യയുമായിരുന്നു. പാട്രിക് ഫെൽറ്റ് ലക്കി. പാട്രിക്കിന് അദ്ദേഹം ഭാഗ്യവാനാണെന്ന് തോന്നി. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. പാട്രിക് വെന്റ് ടു ദ ക്ലിനിക്. പാട്രിക് ക്ലിനിക്കിലേക്ക് പോയി. ദ ഡോക്ടർ സെഡ്. ഡോക്ടർ പറഞ്ഞു. യു നീഡ് എ ചെസ്റ്റ് എക്സ്റേ. നിങ്ങൾ നെഞ്ചിന് ഒരു എക്സ്റേ എടുക്കേണ്ടതുണ്ട്. ആഫ്റ്റർ ദ ടെസ്റ്റ്, ദ ഡോക്ടർ സെഡ്. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു. യു ഹാവ് നിമോണിയ. നിമോണിയ എന്നാൽ കഫവാത ജ്വരം. നിങ്ങൾക്ക് നിമോണിയ രോഗമുണ്ട്. യു മസ്റ്റ് ഗോ ടു ദ ഹോസ്പിറ്റൽ. നിങ്ങൾ തീർച്ചയായും ആശുപത്രിയിലേക്ക് പോകണം. പാട്രിക് ഡിഡിൻറ്റ് വാണ്ട് ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ.
പാട്രിക്കിന് ആശുപത്രിയിൽ തുടരാൻ താൽപ്പര്യമില്ലായിരുന്നു. ടു സ്റ്റേ എന്നാൽ തുടരാൻ, ഇൻ ദ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ. ഡിഡിൻറ്റ് വാണ്ട് എന്നാൽ ആഗ്രഹിച്ചിരുന്നില്ല, താൽപ്പര്യമില്ലായിരുന്നു. ബട്ട് ദ കഫ് വാസ് ബാഡ് എന്നാൽ കഫക്കെട്ട് മോശം അവസ്ഥയിലായിരുന്നു. സോ അതുകൊണ്ട്, സോ ഹി അഗ്രീഡ് അതുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചു. അറ്റ് ദ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ. ഹി ഗോട്ട് എ ബെഡ് നിയർ ദ വിൻഡോ. ഹി ഗോട്ട് എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ചു. നിയർ എന്നാൽ അടുത്ത്, നിയർ ദ വിൻഡോ. ആശുപത്രിയിൽ ജനലിന് അടുത്തായിട്ട് അദ്ദേഹത്തിന് ഒരു ബെഡ് ലഭിച്ചു. ഹി ഓപ്പൺഡ് ഹിസ് ബുക്ക്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകം തുറന്നു. ബട്ട് പക്ഷേ ഹി കുഡിൻറ്റ് റീഡ് അദ്ദേഹത്തിന് വായിക്കാൻ സാധിച്ചില്ല. കുഡിൻറ്റ് റീഡ് എന്നാൽ വായിക്കാൻ സാധിച്ചില്ല. ദെൻ പിന്നീട് ദ ഡോർ ഓപ്പൺഡ് വാതിൽ തുറന്നു. എ നേഴ്സ് ഒരു നേഴ്സ് കെയിം ഇൻ അകത്തേക്ക് വന്നു. ഷീ സെഡ് ആ നേഴ്സ് പറഞ്ഞു പാട്രിക് മില്ലർ. യെസ് അതെ. ഹി ആൻസേർഡ് അദ്ദേഹം മറുപടി പറഞ്ഞു അതെ ഞാൻ പാട്രിക് മില്ലറാണ്. ദ നേഴ്സ് വാസ് യങ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. നേഴ്സ് സുന്ദരിയും യുവതിയുമായിരുന്നു. ഹെർ നെയിം വാസ് മാർത്ത. അവളുടെ പേര് മാർത്ത എന്നായിരുന്നു. ഷീ ഹാഡ് അവൾക്ക് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് ബ്ലൂ ഐസ് ആൻഡ് എ സ്വീറ്റ് സ്മൈൽ. ബ്ലൂ ഐസ് എന്നാൽ നീല കണ്ണുകൾ. ഷീ ഹാഡ് എന്നാൽ അവൾക്ക് ഉണ്ടായിരുന്നു. സ്വീറ്റ് സ്മൈൽ എന്നാൽ മധുരമുള്ള പുഞ്ചിരി. അവൾക്ക് നീല കണ്ണുകളും മധുരമുള്ള പുഞ്ചിരിയും ഉണ്ടായിരുന്നു. ഷീ വോർ നോ മേക്കപ്പ്. അവൾ മേക്കപ്പ് ഒന്നും ഇട്ടിരുന്നില്ല. ഹെർ ബ്യൂട്ടി വാസ് നാച്ചുറൽ. അവളുടെ സൗന്ദര്യം പ്രകൃതിദത്തമായതായിരുന്നു. നാച്ചുറൽ എന്നാൽ പ്രകൃതിദത്തമായ. ഷീ സെഡ് അവൾ പറഞ്ഞു ഐ വിൽ ടെൽ യു വാട്ട് ദ ഡോക്ടർ സെഡ്. ഐ വിൽ ടെൽ യു ഞാൻ നിങ്ങളോട് പറയും. വാട്ട് ദ ഡോക്ടർ സെഡ് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളോട് പറയും. യു നീഡ് റെസ്റ്റ് ആൻഡ് മെഡിസിൻ. നിങ്ങൾക്ക് മരുന്നും വിശ്രമവും ആവശ്യമാണ്. പാട്രിക് ഓൺലി നോഡഡ്. പാട്രിക് തലയാട്ടുക മാത്രം ചെയ്തു. ഹി ഡിഡിൻറ്റ് ഹിയർ ദ വേർഡ്സ്. വാക്കുകൾ അദ്ദേഹം കേട്ടില്ല. മാർത്ത പറഞ്ഞത് അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം തലയാട്ടുക മാത്രമേ ചെയ്തുള്ളൂ. ഹി വാസ് ലുക്കിംഗ് അറ്റ് ഹെർ ഫേസ്. അദ്ദേഹം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹിസ് ഹാർട്ട് വാസ് ബീറ്റിംഗ് ഫാസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി തോട്ട് അദ്ദേഹം കരുതി ഈസ് ദിസ് ലവ് ഇത് പ്രണയമാണോ? ആം ഐ ഇൻ ലവ് വിത്ത് എ നേഴ്സ് ഞാൻ ഒരു നേഴ്സുമായി പ്രണയത്തിലാണോ? പാട്രിക് സ്റ്റേഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ 5 days. 5 ദിവസത്തോളം പാട്രിക് ആശുപത്രിയിൽ തുടർന്നു. സ്റ്റേഡ് എന്നാൽ തുടർന്നു. ഇൻ ദ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ. എവറി ഡേ ഹി സോ മാർത്ത. എല്ലാ ദിവസവും അദ്ദേഹം മാർത്തയെ കണ്ടിരുന്നു. എവറി ഡേ ഹിസ് ഫീലിങ്സ് ഗ്രൂ. അവളോടുള്ള അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ ശക്തമായി. എവറി ഡേ ഹിസ് ഫീലിങ്സ് ഗ്രൂ. ഗ്രൂ എന്നാൽ ശക്തമായി, വളർന്നു. ഹി ലേൺഡ് ഷീ വാസ് മാരീഡ്. അവൾ വിവാഹിതയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അറിഞ്ഞു. ഹെർ ഹസ്ബൻഡ്സ് നെയിം വാസ് ആൻഡ്രൂ. അവളുടെ ഭർത്താവിൻ്റെ പേര് ആൻഡ്രൂ എന്നായിരുന്നു. ഹി കെയിം ടു മീറ്റ് ഹെർ ആഫ്റ്റർ വർക്ക്. ജോലിക്ക് ശേഷം അവളെ കാണാൻ അദ്ദേഹം വന്നു. ഹി കെയിം അദ്ദേഹം വന്നു. ടു മീറ്റ് ഹെർ അവളെ കാണാൻ. ആഫ്റ്റർ വർക്ക് ജോലി കഴിഞ്ഞതിന് ശേഷം. പാട്രിക് വാച്ച്ഡ് പാട്രിക് നിരീക്ഷിച്ചിരുന്നു. ദം അവരെ ഫ്രം ദ വിൻഡോ ജനലിൻ്റെ അവിടെ നിന്നുകൊണ്ട്. പാട്രിക് അവരെ നിരീക്ഷിച്ചു, മാർത്തയെയും ഭർത്താവിനെയും. ഹി ഫെൽറ്റ് ജലസ്. ജലസ് എന്നാൽ അസൂയയുള്ള എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിന് അസൂയ തോന്നി. ഹി വാണ്ടഡ് മാർത്ത ടു നോട്ടീസ് ഹിം. നോട്ടീസ് എന്നാൽ ശ്രദ്ധിക്കുക, ഹിം എന്നാൽ അദ്ദേഹത്തെ. പാട്രിക്കിന് മാർത്ത അവളെ ശ്രദ്ധിക്കണമായിരുന്നു. അവൾ പാട്രിക്കിനെ ശ്രദ്ധിക്കണമെന്ന് പാട്രിക് ആഗ്രഹിച്ചിരുന്നു. ഹി ട്രൈഡ് അദ്ദേഹം ശ്രമിച്ചു. പാട്രിക് ശ്രമിച്ചു. ടു ബി കൈൻഡ് അനുകമ്പയോടെ പെരുമാറാൻ അദ്ദേഹം ശ്രമിച്ചു. അനുകമ്പയുള്ളവനാകാൻ പാട്രിക് ശ്രമിച്ചു. ഹി സ്മൈൽഡ് അദ്ദേഹം പുഞ്ചിരിച്ചു. ഹി മെയ്ഡ് ജോക്സ് അദ്ദേഹം തമാശകൾ പറഞ്ഞു. മാർത്ത സ്മൈൽഡ് ടു മാർത്തയും പുഞ്ചിരിച്ചു. ബട്ട് ഷി വാസ് പൊളൈറ്റ്. പൊളൈറ്റ് എന്നാൽ മര്യാദയുള്ള, മര്യാദയോടെ പെരുമാറുന്ന. എന്നാൽ അവൾ മര്യാദയുള്ളവളായിരുന്നു. ഷീ നെവർ സെഡ് അവൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. എനിത്തിങ് മോർ കൂടുതലായി അവൾ ഒന്നും പറഞ്ഞിരുന്നില്ല. ഓൺ ദ ലാസ്റ്റ് ഡേ അവസാന ദിവസം പാട്രിക് സെഡ് പാട്രിക് പറഞ്ഞു ക്യാൻ ഐ ഹാവ് യുവർ ഫോൺ നമ്പർ ഞാൻ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചോട്ടെ. എൻ്റെ ഫോൺ നമ്പർ എനിക്ക് തരാമോ? ഇതൊക്കെയാണ് അർത്ഥം. ഓൺലി ഇൻ കേസ് ഐ നീഡ് ഹെൽപ്പ്. ഇൻ കേസ് ഐ നീഡ് ഹെൽപ്പ് എനിക്ക് സഹായം ആവശ്യമുണ്ടായാൽ, സഹായം വേണ്ടി വന്നാൽ, എനിക്ക് സഹായം ആവശ്യമുണ്ടായാൽ മാത്രം ഉപയോഗിക്കാനായി നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് തരാമോ? മാർത്ത ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് സെഡ് മാർത്ത പാട്രിക്കിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു
ഓക്കെ, ബട്ട് ജസ്റ്റ് ഇൻ കേസ്. ഇൻ കേസ് എന്നാൽ ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ, ആവശ്യമായി വരികയാണെങ്കിൽ, ഇതൊക്കെയാണ് അർത്ഥം. മാർത്തയോട് നമ്പർ ചോദിച്ചു. അപ്പോൾ മാർത്ത പറഞ്ഞു, നമ്പർ തരാം, പക്ഷേ അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ജസ്റ്റ് ഇൻ കേസ്, അത്യാവശ്യമാണെങ്കിൽ വിളിക്കാം. മാർത്ത അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പാട്രിക് സ്മൈൽഡ്. പാട്രിക് പുഞ്ചിരിച്ചു. ഹി വാസ് ഹാപ്പി. അദ്ദേഹത്തിന് സന്തോഷമായി. പാട്രിക് വെൻറ്റ് ഹോം. പാട്രിക് വീട്ടിലേക്ക് പോയി. ചാർലറ്റ് സ്മൈൽഡ് ആൻഡ് ഹഗ്ഡ് ഹിം. ഹഗ് എന്നാൽ കെട്ടിപ്പിടിക്കുക. ചാർലറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. പക്ഷേ പാട്രിക് ഡിഡിൻറ്റ് ഫീൽ ഹാപ്പി. പക്ഷേ പാട്രിക്കിന് സന്തോഷം തോന്നിയില്ല. ഹി ഓൺലി തോട്ട് അബൌട്ട് മാർത്ത. അദ്ദേഹം മാർത്തയെ പറ്റി മാത്രമായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത്. എ വീക്ക് പാസ്ഡ്. ഒരാഴ്ച കടന്നുപോയി. പാട്രിക് കുഡിൻറ്റ് സ്ലീപ്പ്. പാട്രിക്കിന് ഉറങ്ങാൻ സാധിച്ചില്ല. ഹി വാണ്ടഡ് ടു സീ മാർത്ത അഗെയിൻ. അദ്ദേഹത്തിന് വീണ്ടും മാർത്തയെ കാണണമായിരുന്നു. ഹി വാണ്ടഡ് ടു സീ എന്നാൽ അദ്ദേഹത്തിന് കാണണമായിരുന്നു. മാർത്ത അഗെയിൻ, മാർത്തയെ വീണ്ടും. സോ ആയതുകൊണ്ട് കാണാൻ വേണ്ടി ഹി മെയ്ഡ് എ പ്ലാൻ. അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി. ഹി കോൾഡ് മാർത്ത ആൻഡ് സെഡ്. മാർത്തയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹായ്, ഇറ്റ്സ് പാട്രിക്. ഇത് പാട്രിക് ആണ്. ഐ നീഡ് സം ഷോട്ട്സ്. എനിക്ക് കുറച്ച് കുത്തിവയ്പ്പുകൾ ആവശ്യമുണ്ട്. എനിക്ക് കുത്തിവയ്പ്പ് എടുക്കണം. ക്യാൻ യു ഹെൽപ്പ് മീ? നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? മാർത്ത സെഡ്. മാർത്ത പറഞ്ഞു, യു ക്യാൻ ഗെറ്റ് ഷോട്ട്സ് അറ്റ് ദ ക്ലിനിക്. ക്ലിനിക്കിൽ വന്ന് നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. മാർത്ത മറുപടി പറഞ്ഞു. പാട്രിക് റിപ്ലൈഡ്. പാട്രിക് മറുപടി പറഞ്ഞു, ഐ വാണ്ട് ഓൺലി യു. എനിക്ക് മറ്റാരെയും വേണ്ട, നിന്നെ മാത്രം മതി. ഇവിടെ ഇതിനർത്ഥം ആ വ്യക്തിയോടുള്ള താല്പര്യമാണ് സൂചിപ്പിക്കുന്നത്. ഐ വാണ്ട് ഓൺലി യു. ഐ വിൽ പേ യു. ഞാൻ നിനക്ക് പണം നൽകും. പ്ലീസ് സേ യെസ്. ദയവായി അതെ എന്ന് പറയൂ. മാർത്ത സെഡ്. മാർത്ത പറഞ്ഞു, ഓക്കെ, ഐ വിൽ കം. ഞാൻ വരാം. പാട്രിക് ടോൾഡ് ഹെർ. പാട്രിക് അവളോട് പറഞ്ഞു. ടു കം, വരാൻ പറഞ്ഞു. പാട്രിക് ടോൾഡ് ഹെർ ടു കം. പാട്രിക് അവളോട് വരാൻ പറഞ്ഞു. വെൻ, ആ സമയത്ത്. വെൻ ചാർലറ്റ് വാസ് ഔട്ട് ആൻഡ് ദ കിഡ്സ് വെർ അറ്റ് സ്കൂൾ. ഷാർലറ്റ് പുറത്തു പോയ സമയത്ത് കുട്ടികൾ സ്കൂളിലും. ആ സമയത്താണ് പാട്രിക് അവളോട് വരാൻ പറഞ്ഞത്. ആൻ അവർ ലേറ്റർ. ഒരു മണിക്കൂറിന് ശേഷം. മാർത്ത അറൈവ്ഡ് ആൻഡ് റാങ് ദ ബെൽ. മാർത്ത എത്തി, ബെല്ലടിച്ചു. മാർത്ത അറൈവ്ഡ് എന്നാൽ മാർത്ത എത്തി. ആൻഡ് റാങ്, റിങ് എന്നാൽ ബെല്ലടിക്കുക. അതിൻ്റെ പാസ്റ്റാണ് റാങ്. റാങ് ദ ബെൽ, ബെല്ലടിച്ചു. പാട്രിക് ഓപ്പൺ ദ ഡോർ. പാട്രിക് വാതിൽ തുറന്നു. ഹി ഡിഡിൻറ്റ് വെയിറ്റ്. അദ്ദേഹം കാത്തിരുന്നില്ല. ഹി ഡിഡിൻറ്റ് വെയിറ്റ്. അദ്ദേഹം കാത്തിരുന്നില്ല. ഹി ഹഗ്ഡ് ഹെർ. അദ്ദേഹം അവളെ കെട്ടിപ്പിടിച്ചു. ഹി കിസ്ഡ് ഹെർ. അദ്ദേഹം അവളെ ചുംബിച്ചു. മാർത്ത വാസ് ഷോക്ക്ഡ്. മാർത്ത ഞെട്ടിത്തരിച്ചു. സ്റ്റോപ്പ്, നിർത്തൂ. ഷീ ഷൗട്ടഡ്. അവൾ ആക്രോശിച്ചു. വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത്? പക്ഷേ പാട്രിക് ഡിഡിൻറ്റ് ലിസൺ. പാട്രിക് അവളെ ശ്രദ്ധിച്ചില്ല. ഹിസ് ഹാർട്ട് വാസ് ഫുൾ ഓഫ് ഡ്രീംസ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മുഴുവൻ സ്വപ്നങ്ങളായിരുന്നു. ജസ്റ്റ് ദെൻ, അധികം വൈകാതെ. ദ ഫ്രണ്ട് ഡോർ ഓപ്പൺഡ്. വാതിൽ തുറക്കപ്പെട്ടു. ചാർലറ്റ് വാസ് ഹോം ഏർലി. ഏർലി എന്നാൽ നേരത്തെ. ചാർലറ്റ് വാസ് ഹോം ഏർലി. ചാർലറ്റ് നേരത്തെ വീട്ടിലെത്തി. ഷീ വാസ് നോട്ട് ഫീലിംഗ് വെൽ. അവൾക്ക് സുഖമില്ലായിരുന്നു. നോട്ട് ഫീലിംഗ് വെൽ എന്നാൽ സുഖമില്ലായിരുന്നു. ഷീ വാസ് നോട്ട് ഫീലിംഗ് വെൽ. അവൾക്ക് സുഖമില്ലായിരുന്നു. ചാർലറ്റ് നേരത്തെ വീട്ടിലെത്തി. ഷീ സോ എവ്രിതിങ്. അവൾ എല്ലാം കണ്ടു. സോ എന്നാൽ കണ്ടു. എവ്രിതിങ് എന്നാൽ എല്ലാം. ഷീ ഡിഡിൻറ്റ് ഷൗട്ട്. അവൾ ഒച്ച വച്ചില്ല. അവൾ ആക്രോശിച്ചില്ല. ഷീ ഡിഡിൻറ്റ് ക്രൈ. അവൾ കരഞ്ഞില്ല. ഷീ ഹെൽപ്ഡ്. അവൾ സഹായിച്ചു. ഷീ ഹെൽപ്ഡ് മാർത്ത. അവൾ മാർത്തയെ സഹായിച്ചു. ഫിക്സ് ഹെർ ക്ലോത്ത്സ് ആൻഡ് സെഡ്. ഫിക്സ് ഹെർ ക്ലോത്ത്സ് എന്നാൽ അവളുടെ വസ്ത്രം ഒതുക്കുക എന്നുള്ള അർത്ഥമാണ്. അവൾ ചാർലറ്റ് ഹെൽപ്ഡ് മാർത്ത. മാർത്തയെ സഹായിച്ചു. ഫിക്സ് ഹെർ ക്ലോത്ത്സ് ആൻഡ് സെഡ്. അവളുടെ വസ്ത്രം ശരിയാക്കാൻ വേണ്ടിയിട്ട് മാർത്തയെ ചാർലറ്റ് സഹായിച്ചുകൊണ്ട് പറഞ്ഞു, യു ക്യാൻ ഗോ. നിനക്ക് പോകാം. ആഫ്റ്റർ മാർത്ത ലെഫ്റ്റ്. മാർത്ത പോയതിന് ശേഷം. ചാർലറ്റ് സെഡ്. ചാർലറ്റ് പറഞ്ഞു, നോ നീഡ് ടു എക്സ്പ്ലെയിൻ. എക്സ്പ്ലെയിൻ എന്നാൽ വിവരിക്കുക. നോ നീഡ് ടു എക്സ്പ്ലെയിൻ. വിവരിക്കേണ്ടതില്ല, വിശദീകരിക്കേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ല. ഐ വിൽ ലീവ്. ഞാൻ പോകും.
ഐ വിൽ ടേക്ക് ദ കിഡ്സ്. കുട്ടികളെ ഞാൻ കൊണ്ടുപോകും. ദിസ് ഈസ് ഓവർ. നമ്മുടെ ഇടയിലുള്ള ബന്ധം അവസാനിച്ചു. ദിസ് ഈസ് ഓവർ. പാട്രിക് വാണ്ടഡ് ടു സ്പീക്ക്. പാട്രിക്കിന് സംസാരിക്കണമായിരുന്നു. ബട്ട് പക്ഷേ ഷീ വാസ് ഓൾറെഡി പാക്കിംഗ്. പക്ഷേ നിലവിൽ തന്നെ അവൾ വസ്ത്രം പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ വസ്തുക്കൾ അവൾ നിലവിൽ തന്നെ അപ്പോഴേക്കും പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പാട്രിക് സാറ്റ് അറ്റ് ദ കിച്ചൺ ടേബിൾ. സാറ്റ് എന്നാൽ ഇരുന്നു. പാട്രിക് കിച്ചണിലെ മേശയിൽ ഇരുന്നു. ദ റൂം വാസ് വെരി ക്വയറ്റ്. ആ റൂം തികച്ചും നിശബ്ദമായിരുന്നു. ദ സൺ വെൻ ഡൗൺ. സൂര്യൻ അസ്തമിച്ചു. ദ സൺ വെൻ ഡൗൺ. സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ താഴ്ന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. ഇരുട്ടാവുകയായിരുന്നു. രാത്രിയാവുകയായിരുന്നു. ഹീ ലുക്ക്ഡ് അറ്റ് ഹിസ് ഫോൺ. അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് നോക്കി. നോ കോൾസ്. കോളുകളില്ല. നോ മെസ്സേജസ്. സന്ദേശങ്ങളില്ല. ഹിസ് ഹൗസ് വാസ് നൗ എംപ്റ്റി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ശൂന്യമാണ്. ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ വേർ ഗോൺ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു. ദ നേഴ്സ് മാർത്ത നെവർ കെയിം ബാക്ക്. നേഴ്സ് മാർത്ത ഒരിക്കലും തിരിച്ചു വന്നില്ല. നെവർ കെയിം ബാക്ക് എന്നാൽ ഒരിക്കലും തിരിച്ചു വന്നില്ല. ഹി വാസ് ഓൾ അലോൺ. അദ്ദേഹം തികച്ചും തനിച്ചായിരുന്നു. പൂർണ്ണമായും അദ്ദേഹം ഒറ്റപ്പെട്ടു. പാട്രിക് ഫെൽറ്റ് സാഡ്. പാട്രിക്കിന് ദുഃഖം തോന്നി, സങ്കടം തോന്നി. ഹീ തോട്ട്. അദ്ദേഹം കരുതി, അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. എബൌട്ട് ഹിസ് മിസ്റ്റേക്സ്. അദ്ദേഹത്തിൻ്റെ തെറ്റുകളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ഹീ തോട്ട്. അദ്ദേഹം ചിന്തിച്ചു. എബൌട്ട് ഹിസ് മിസ്റ്റേക്ക്. അദ്ദേഹത്തിൻ്റെ തെറ്റുകളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ഹീ മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്. അദ്ദേഹം ഒരു വലിയ തെറ്റു ചെയ്തു. വെൻ ഹീ കോൾഡ് മാർത്ത. അദ്ദേഹം മാർത്തയെ വിളിച്ച സമയത്ത് അദ്ദേഹം ഒരു വലിയ തെറ്റ് ചെയ്തു. ഹീ തോട്ട്. അദ്ദേഹം കരുതി. ഷീ ഷുഡ് ലവ് ഹിം. അവൾ അദ്ദേഹത്തെ സ്നേഹിക്കുമെന്ന് അദ്ദേഹം കരുതി. ഹീ തോട്ട്. അദ്ദേഹം കരുതി. ഷീ വുഡ് ലവ് ഹിം. അവൾ അദ്ദേഹത്തെ സ്നേഹിച്ചേക്കുമെന്ന് അദ്ദേഹം കരുതി. ബട്ട് ഷീ ഡിഡിൻറ്റ്. പക്ഷേ അവൾ സ്നേഹിച്ചില്ല. ഷീ വാസ് ഓൺലി കൈൻഡ്. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ്. ഷീ വാസ് ഓൺലി കൈൻഡ്. അവൾക്ക് നല്ല മനസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ദയ ഉള്ളവൾ മാത്രമായിരുന്നു. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ്. അവൾക്ക് സഹായിക്കണമായിരുന്നു. അവൾ സഹായിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. അവൾ ദയ ഉള്ളവൾ മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്കൊന്നും അവൾക്ക് ഇല്ലായിരുന്നു. അദ്ദേഹത്തോട് സ്നേഹമോ പ്രണയമോ ഒന്നും ഇല്ലായിരുന്നു. ഹിസ് വൈഫ് ചാർലറ്റ് ലവ്ഡ് ഹിം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചാർലറ്റ് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ഷീ കുക്ക്ഡ് ഫുഡ് ഫോർ ഹിം. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവൾ ഭക്ഷണം പാചകം ചെയ്തിരുന്നു. ഷീ ടുക്ക് കെയർ ഓഫ് ദ കിഡ്സ്. അവൾ കുട്ടികളെ പരിചരിച്ചിരുന്നു. കുട്ടികളെ പരിപാലിച്ചിരുന്നു. ഷീ വാസ് എ ഗുഡ് വുമൺ. അവൾ ഒരു നല്ല സ്ത്രീയായിരുന്നു. പക്ഷേ ഹീ ഹേർട്ട് ഹർ. പക്ഷെ അദ്ദേഹം അവളെ വേദനിപ്പിച്ചു. നൗ ഷീ വാസ് ഗോൺ. ഇപ്പോൾ അവൾ പോയിട്ടുണ്ട്. അവൾ പോയി. പാട്രിക് പുട്ട് ഹിസ് ഹെഡ് ഇൻ ഹിസ് ഹാൻഡ്. പാട്രിക് അദ്ദേഹത്തിൻ്റെ തല അദ്ദേഹത്തിൻ്റെ കൈകളിൽ വച്ചു. ഹീ ക്രൈഡ്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ അദ്ദേഹത്തിൻ്റെ തല വച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. ഹീ ക്രൈഡ്. അദ്ദേഹം കരഞ്ഞു. ഹീ വിസ്പേർഡ്. അദ്ദേഹം മന്ത്രിച്ചു. അദ്ദേഹം പതുക്കെ പറഞ്ഞു. ഐ ആം സോറി. എനിക്ക് മാപ്പ് ചാർലറ്റ്. ഐ ലോസ്റ്റ് എവരിത്തിങ്. എനിക്ക് എല്ലാം നഷ്ടമായി. ഹീ ലുക്ക്ഡ് അറ്റ് എ പിക്ചർ ഓഫ് ഹിസ് ഫാമിലി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ചിത്രത്തിലേക്ക് അദ്ദേഹം നോക്കി. ഹിസ് ഐസ് വെർ ഫുൾ ഓഫ് ടീയേഴ്സ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഐ വിഷ്. ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഐ വിഷ് ഐ കുഡ് ഗോ ബാക്ക്. ഹീ സെഡ്. അദ്ദേഹം പറഞ്ഞു. ഐ വിഷ് ഐ കുഡ് ഗോ ബാക്ക്. ഞാൻ ആശിച്ചു പോകുന്നു. ഐ വിഷ്. ഞാൻ ആശിച്ചു പോകുന്നു. ഐ കുഡ് ഗോ ബാക്ക്. എനിക്ക് തിരിച്ചു പോകാൻ സാധിച്ചെങ്കിലെന്ന്, കഴിഞ്ഞ കാലത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ സാധിച്ചെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. അദ്ദേഹം പറഞ്ഞു. ഹീ സെഡ്. അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പതുക്കെ ഇങ്ങനെ പറഞ്ഞു. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. പക്ഷേ വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. നൗ പാട്രിക് സാറ്റ് അലോൺ. ഇപ്പോൾ പാട്രിക് തനിച്ചിരുന്നു. അദ്ദേഹം തനിച്ചിരിക്കുന്നു. ഹി ഹാഡ് ടു ലിവ് വിത്ത് ഹിസ് ചോയ്സസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളുടെ ഫലം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിക്കേണ്ടി വന്നു. അതാണ് അർത്ഥം. ഹി ഹാഡ് ടു ലിവ്. അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നു വിത്ത് ഹിസ് ചോയ്സസ്. അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, അതിൻ്റെ ഫലം, അതിൻ്റെ അനന്തര ഫലങ്ങൾ
അനുഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിക്കേണ്ടി വന്നു. ആൻഡ് ഹി ഫൈനലി അണ്ടർസ്റ്റുഡ്, അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി. അണ്ടർസ്റ്റുഡ് എന്നാൽ മനസ്സിലായി, ഫൈനലി എന്നാൽ അവസാനം. ട്രൂ ലവ് ഈസ് നോട്ട് അബൌട്ട് ബ്യൂട്ടി, ശരിയായിട്ടുള്ള സ്നേഹം അത് സൗന്ദര്യമല്ല, അത് സൗന്ദര്യത്തിലല്ല. ട്രൂ ലവ് ഈസ് അബൌട്ട് ഹാർട്ട്, യഥാർത്ഥ സ്നേഹം അത് ഹൃദയത്തിലാണ്. യഥാർത്ഥ സ്നേഹം പുറത്തു കാണുന്ന സൗന്ദര്യത്തിലല്ല, മനസ്സിൻ്റെ നന്മയിലാണ്. അതായത് ഒരാളെ സ്നേഹിക്കുന്നത് അവരുടെ രൂപസൗന്ദര്യം കണ്ടിട്ടാവരുത്, അവരുടെ നല്ല മനസ്സും സ്വഭാവവും ഹൃദയവും കണ്ടിട്ടായിരിക്കണം. ട്രൂ ലവ് എന്നാൽ യഥാർത്ഥ സ്നേഹം.